കുടുംബശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം ശാലിനി ചോദിക്കുന്നുണ്ട്, അമ്മയാണെങ്കിൽ എൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുമായിരുന്നു എന്ന്. അവസാനം മനസ്സോടെ ശാരദാമ്മ സമ്മതിക്കുന്നുണ്ട്, നീ ചെയ്തത് തന്നെയാണ് ശരിയെന്ന്. അന്നേരം ശാലിനി കൈനീട്ടി ചോദിക്കുകയാണ്, എങ്കിൽ നിങ്ങൾ 3 പേരും എനിക്കൊരു സത്യം ചെയ്തു തരണം, ഈ സംഭവങ്ങളൊന്നും എന്തൊക്കെ സംഭവിച്ചാലും ആരോടും പറയില്ല എന്ന്. ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ ആദ്യം ശാലിനിയുടെ കയ്യിലേക്ക് കൈവയ്ക്കുന്നുണ്ട്. തുടർന്ന് ശാരികയും മടിച്ചു നിൽക്കുമ്പോൾ പ്രീതിയെ പിന്നീട് രക്ഷിക്കാൻ പറ്റില്ല, പിന്നെ പ്രീതിയെ പഴയ അവസ്ഥയിൽ കാണാൻ കഴിയില്ല, ഏതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരിക്കും പിന്നെ കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശാരികയും ശാരദാമ്മയും ചേർന്ന് മനസ്സോടുകൂടി ശാലിനിക്ക് സത്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ ആരോടും പറയില്ല എന്ന്. 3 പേരുടെയും കൈ ചേർത്ത് പിടിച്ച്, നിങ്ങൾ എനിക്ക് തന്ന വാക്ക് വിശ്വസിക്കുകയാണ്, നിങ്ങളുടെ ആരുടെയും നാവിൽ നിന്ന് ഇത് വെളിയിൽ പോകരുത് എന്ന് ശാലിനി പറയുമ്പോൾ കൈവിട്ടങ്ങ് സങ്കടത്തോടു കൂടി കരയുകയാണ് ശാരദാമ്മ. അന്നേരം സങ്കടത്തോടുകൂടി, മോളെ നിന്റെ ജീവിതമെന്ന് ചോദിക്കുമ്പോൾ ആരുടെയെങ്കിലും ജീവിതത്തിന് വേണ്ടി ജീവിക്കുമ്പോഴല്ലേ അതിനർത്ഥമുണ്ടാകുകയല്ലോ എന്ന് അമ്മയല്ലേ എന്നെ പറഞ്ഞു പഠിപ്പിച്ചതെന്ന് ശാലിനി സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതിന് മറുപടി ഒന്നുമില്ലാതെ അങ്ങ് സങ്കടപ്പെട്ട് ശാരദാമ്മ നിൽക്കുന്നു. ഇനി ഞാൻ വൈകിക്കുന്നില്ല, കല്യാണം കഴിയുന്നത് വരെ അവിടെ നിൽക്കണമെന്ന് സത്യാമ്മ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പോകുന്നു എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം മോളെ എന്ന് പറഞ്ഞ് വീണ്ടും ശാരദാമ്മ വിളിക്കുമ്പോൾ, ഇവിടെ നിൽക്കാം, ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ എന്നും പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ശാലിനി. തുടർന്ന് ശാലിനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വിളമ്പി വെച്ച ഭക്ഷണം ഒക്കെ നോക്കിയിട്ട്, അയ്യോ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞ് നെഞ്ചുരുകി സങ്കടപ്പെടുന്നുണ്ട് ശാരദാമ്മ. എന്നിട്ട് കണ്ണീര് തുടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം ഞാൻ പോയിട്ട് വരാം അമ്മയെന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് ശ്യാമ ഞാൻ കൂടി ജംഗ്ഷൻ വരെ വരാമെന്ന് പറയുമ്പോൾ, വേണ്ട മോളെ ഞാൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് ശാലിനി ഇറങ്ങുകയാണ്. തുടർന്ന് വരാന്തയിൽ വിഷമിച്ചിരിക്കുന്ന ശാരദാമ്മ വിഷ്ണുവിനെയും കൂട്ടി സുസ്മിത വന്ന് വിവാഹം ക്ഷണിച്ചതും പിന്നീട് അനുഗ്രഹം വാങ്ങിച്ചതും ഒക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നു. തുടർന്ന് കാണിക്കുന്നത് അമ്പലത്തിൽ എല്ലാവരും നേദ്യച്ചോറ് വാങ്ങുന്നതാണ് തിരുമേനിയുടെ കയ്യിൽ നിന്നും. ഓരോരുത്തരും കഴിഞ്ഞ ശേഷം ഗോപാലകൃഷ്ണനും വാങ്ങുന്നുണ്ട്. അന്നേരം തിരുമേനി ചോദിക്കുകയാണ്, സ്വന്തക്കാരോ ബന്ധുക്കളോ ആരുമില്ലല്ലേ, ഒരുപാട് ദിവസമായി ഇവിടെ കാണുന്നുവെന്ന്. അന്നേരം ഗോപാലകൃഷ്ണൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, തിരുമേനി ഇവിടെ പുതിയ ആളാണല്ലേ, അതുകൊണ്ടാണ് ഗോപാലകൃഷ്ണനെ അറിയാത്തതെന്ന്. ചെങ്കോലും കിരീടവും ഒന്നുമില്ലെങ്കിലും ഗോപാലകൃഷ്ണൻ ഇവിടുത്തെ രാജാവായിരുന്നു എന്ന് പറയുമ്പോൾ, പിന്നെ ഈ അവസ്ഥയിലെന്ന് ചോദിക്കുകയാണ് തിരുമേനി. അന്നേരം എല്ലാ കാലവും എല്ലാവരുടെയും അവസ്ഥ ഒരുപോലെ ഇരിക്കുമോ എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. തുടർന്ന് തിരുമേനി വിവാഹം കഴിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായില്ല എന്ന് തിരുമേനി പറയുന്നു. അന്നേരം അത് ഭാഗ്യമാണ്, ഏതൊരവസ്ഥയിലും കൂടെ ഉണ്ടാകും എന്ന് കരുതുന്നതാണ് കുടുംബം, പക്ഷേ ആ കുടുംബം ഇന്ന് എന്നോടൊപ്പമില്ല, ഞാൻ ഒറ്റയ്ക്കായി എന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. അന്നേരവും തിരുമേനി പറയുന്നുണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കുന്നതും കഷ്ടിയാണ്, അമ്പലത്തിൽ പണ്ടത്തെ പോലെ വരുമാനമൊന്നുമില്ല, വരുന്നവർക്കെല്ലാം ഒരുപാട് യാചനയാണ് ഭഗവാനോട്, പക്ഷേ എന്നാലും 10 രൂപ ഭണ്ഡാരത്തിലിടാൻ മടിയാണ് എന്നൊക്കെ തിരുമേനി പറയുന്നുണ്ട്. അന്നേരം കയ്യിലിരിക്കുന്ന ചോറ് കാണിച്ചിട്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, എന്നാലും തിരുമേനി, മനുഷ്യന് ജീവൻ നിലനിർത്താൻ വേണ്ടി ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഒരു പിടി പടച്ചോറ്. തുടർന്ന് ആ ചോറ് ആൽത്തറയിൽ മൂട്ടിലിരുന്ന് ഗോപാലകൃഷ്ണൻ കഴിക്കുമ്പോഴാണ് മുടിയൊക്കെ അഴിച്ചിട്ട് രാജേശ്വരി ഓടി വന്ന് ഗോപാലകൃഷ്ണൻ്റെ കാൽക്കൽ വീഴുന്നത്. അന്നേരം രാജേശ്വരിയാണെന്ന് ഗോപാലകൃഷ്ണന് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ആരാ ഇതെന്ന് ചോദിക്കുമ്പോൾ സങ്കടഭാവത്തിൽ മുഖം നിവർത്തുമ്പോഴാണ് അത് രാജേശ്വരിയാണെന്ന് ഗോപാലകൃഷ്ണന് മനസ്സിലാകുന്നത്. പൊറുക്കണം ഗോപാലേട്ട, എന്നോട് ക്ഷമിക്കണം, ഗോപാലേട്ടനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത് എന്നൊക്കെ രാജേശ്വരി പറയുന്നു. അന്നേരം ആ കഴിച്ചുകൊണ്ടിരുന്ന ബാക്കി പടച്ചോറ് എടുത്തിട്ട് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, രാജേശ്വരി എൻ്റെ കയ്യിൽ ഇനി ഇതേ ബാക്കിയുള്ളൂ, അമ്പലത്തിൽ നിന്ന് ഔദാര്യമായി കിട്ടിയതാണിത്. അന്നേരം വീണ്ടും തൊഴുത് മാപ്പ് പറയുകയാണ് രാജേശ്വരി, ഗോപാലേട്ടൻ എന്നോട് ക്ഷമിക്കണം, ഞാനിനി സ്വത്തൊന്നും ചോദിക്കില്ല, ഒരു തരത്തിലുള്ള ശല്യവും ഞാൻ ഗോപാലേട്ടൻ ഉണ്ടാക്കില്ല, ഗോപാലേട്ടൻ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഇത്രയും കാലം ഞാനൊരു മണ്ടനായിരുന്നു, ഇനി മണ്ടനാകാൻ എന്നെ കിട്ടില്ല, കൂടെ ജീവിച്ച ഓരോ കാലത്തും നീ ഒരുക്കിയ ഓരോ കണികൾക്കുമൊക്കെ ഓരോ അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഈ 17 വർഷത്തിനിടയ്ക്ക് 17 നിമിഷം പോലും നീ എന്നെ സ്നേഹിച്ചില്ലല്ലോ രാജേശ്വരി എന്ന് പറയുമ്പോൾ വീണ്ടും എൻ്റെ തെറ്റുകൾ മനസ്സിലായി എന്നൊക്കെ കരഞ്ഞങ്ങ് അഭിനയിച്ച് പറയുകയാണ് രാജേശ്വരി. ഇനി എന്തെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ അതും വിധിക്കാമെന്ന് രാജേശ്വരി പറയുമ്പോൾ, ശിക്ഷയൊക്കെ വിധിക്കുന്നത് ഭഗവാനല്ലേ, ഗോപാലകൃഷ്ണൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റിനൊക്കെയുള്ള ശിക്ഷയാണ് ബാക്കിയുള്ള ജീവിതം ഇനി അമ്പലനടയിലെന്നും ഗോപാലകൃഷ്ണൻ പറയുന്നു. തുടർന്ന് ഈ അമ്പലം വിട്ട് വരില്ല എന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം രാജേശ്വരിയും തൻ്റെ തീരുമാനം പറയുകയാണ്, എങ്കിൽ ഞാനും ഈ അമ്പല വളപ്പിൽ തന്നെ ഉണ്ടാകും, പെണ്ണായതുകൊണ്ട് പടച്ചോറുണ്ട് കഴിയാൻ പറ്റില്ലല്ലോ, പക്ഷേ അമ്പലക്കുളമുണ്ടല്ലോ, അവിടെ ഉണ്ടാകും ഈ രാജേശ്വരി, അവസാനമായിട്ട് ഞാനൊന്ന് കുളിക്കാൻ പോവുകയാണ്, ചെയ്ത പാപങ്ങൾക്കൊക്കെ പരിഹാരമാകുമെങ്കിൽ ആയിക്കൊള്ളട്ടെ, ഗോപാലേട്ടനെ മനസ്സ് തുറന്ന് സ്വീകരിക്കാനും സ്നേഹിക്കാനും അവസാനം ഒരവസരം എനിക്ക് തരാൻ പറ്റിയില്ല എന്നോർത്ത് സങ്കടപ്പെടരുത് എന്നൊക്കെ കരഞ്ഞു പറഞ്ഞ ശേഷം
അമ്പലക്കുളത്തിലേക്ക് അങ്ങ് നടക്കുകയാണ് രാജേശ്വരി. അന്നേരം ആകെ പേടിക്കുന്ന ഗോപാലകൃഷ്ണൻ പിറകെ ചെന്ന് രാജേശ്വരി എന്നൊക്കെ വിളിച്ച് രാജേശ്വരിയെ പിടിക്കുന്നുണ്ട്. അന്നേരം വീട് ഗോപാലേട്ട, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് വീണ്ടും നടക്കുകയാണ് രാജേശ്വരി. അന്നേരം അവസാനം ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഞാൻ വരാം രാജേശ്വരി, നീ വിളിക്കുന്ന എവിടേക്കാണെങ്കിലും ഞാൻ വരാം, കടും കൈയൊന്നും ചെയ്ത് കളയല്ലേ എന്ന്. അന്നേരം ആകെ സങ്കടമൊക്കെ അഭിനയിച്ച് ഗോപാലകൃഷ്ണൻ നെഞ്ചിലേക്കങ്ങ് ചേർന്ന് കിടന്ന് കരയുകയാണ് രാജേശ്വരി. അന്നേരം രാജേശ്വരിയുടെ മുഖത്ത് ആ ഒരു വിജയഭാവമുണ്ട്, എങ്ങനെയും ഗോപാലകൃഷ്ണനെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിച്ചതിൽ. ഗോപാലകൃഷ്ണൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ രാജേശ്വരി വിചാരിക്കുന്നുണ്ട്, 17 വർഷം ഞാൻ അഭിനയിച്ചെന്നല്ലേ നിങ്ങൾ പറയുന്നത്, അതിനേക്കാൾ വലിയ അഭിനയം ഇനിയും ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. രാജേശ്വരിയുടെ സങ്കടവും അഭിനയും കരച്ചിലും ഒക്കെ കണ്ട് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഗോപാലകൃഷ്ണൻ കൈകൊണ്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് രാജേശ്വരിയെ. തുടർന്ന് കാണിക്കുന്നത് സന്ധ്യാസമയത്ത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ. ഓർമ്മ വെച്ച നാൾ മുതൽ നിനക്കുള്ള വിളക്ക് ഞാൻ മുടക്കിയിട്ടില്ല. താലി കെട്ടിയ ഭർത്താവ് ജീവനോടെ ഉണ്ടോയെന്നറിയില്ല. മൂത്ത മകളെ അവരുടെ ഭർത്താവിനും വേണ്ട, രണ്ടാമത്തവളുടെ താലിയും നാളെ അറ്റു വീഴുകയാണ്. അതും കൂടി സംഭവിച്ചാൽ ഈ ശാരദ ഉണ്ടാവില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും നീ തുണയുണ്ടാകണേ എന്നൊക്കെ പറഞ്ഞങ്ങ് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ശാരദാമ്മ. അമ്മയുടെയും മക്കളുടെയും 3 താലിച്ചരട് കൂടി നിന്റെ ഭണ്ഡാരത്തിൽ ഞാനിടും. ജലപാനമില്ലാതെ നിന്റെ തിരുനടയിൽ ഇരുന്ന് തന്നെ ഞങ്ങളുടെ ജീവനും ബലിയർപ്പിക്കും എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. ഇത് സത്യം സത്യം സത്യമെന്ന് 3 തവണ പറഞ്ഞ് ദേഷ്യത്തോടു കൂടിയ വിളക്കങ്ങ് കൈകൊണ്ട് അണയ്ക്കുകയാണ് ശാരദാമ്മ. അതേസമയം ശാന്ത വന്ന് ശാരദാമ്മയെന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം ശ്യാമ ചെന്ന് എന്താ ശാന്തേച്ചി എന്നും പറഞ്ഞ് ചെല്ലുമ്പോൾ ശാരദാമ്മയും ചെല്ലുന്നുണ്ട്, കൂടെ ശാരികയും. അന്നേരം ശാന്ത പറയുകയാണ്, ഒരു വിശേഷമുണ്ട് ശാരദാമ്മയുടെ ഗോപാലേട്ടൻ തിരികെ വീട്ടിലെത്തിയിട്ടുണ്ട്. കുറേ നാളായി കാണാനില്ലായിരുന്നല്ലോ. ഒരു അമ്പലത്തിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. രാജേശ്വരിയും ബാലചന്ദ്രനും തിരക്കി നടക്കുകയായിരുന്നു. ഇപ്പോൾ ആള് വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് ശാന്ത പറയുന്നു. അതൊക്കെ കേട്ട് ശാരദാമ്മ ശാരികയെയും ശ്യാമയെയും നോക്കുമ്പോൾ ആകെയും വിഷമിച്ച് കരയുകയാണ് ശാരിക. അന്നേരം ശാന്ത ചോദിക്കുന്നുണ്ട്, മോൾ എന്തിനാ സങ്കടപ്പെടുന്നത്? നിങ്ങളുടെയൊക്കെ ഈ അവസ്ഥയ്ക്ക് കാരണം അയാളല്ലേ? തുടർന്ന് പതിയെ ശാന്ത പറയുന്നുണ്ട്, രാജേശ്വരി കഷായം കൊടുത്തെന്നൊരു ശ്രുതിയുണ്ട് നാട്ടിൽ. പിന്നെ അവശനിലയിൽ കിടന്ന അയാളെ ആരോ വൈദ്യശാലയിൽ കൊണ്ടുപോയി ചികിത്സിച്ചു എന്നൊക്കെയുള്ള വാർത്ത നാട്ടിൽ പരക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വിശേഷങ്ങൾ ശാന്ത പറയുകയാണ്. തുടർന്ന് ദേഷ്യത്തോടെ ശാന്ത പറയുന്നുണ്ട്, രക്ഷിച്ച ആളിന് എന്തിൻ്റെ കേടെന്നാണ് എനിക്കറിയാത്തത്. അയാൾ റോഡിൽ കിടന്ന് ചാകണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി ശാരിക പറയുന്നുണ്ട്, ശാന്തേച്ചി ഒന്ന് പോയേ. അന്നേരം വീണ്ടും ശാന്ത പറയുകയാണ്, രാജേശ്വരി വളർത്താനൊന്നും അല്ലല്ലോ കൊണ്ടുപോയിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ രാജേശ്വരിയുടെ കൈകൊണ്ട് അയാൾ തീരും എന്നാണ് നാട്ടുകാർ എന്ന് പറഞ്ഞു നിർത്തുമ്പോഴേക്കും ശാന്തേച്ചി ഒന്ന് നിർത്തുന്നുണ്ടോ, പോകുന്നുണ്ടോ എന്ന് ദേഷ്യത്തോടെ അങ്ങ് ഉച്ചത്തിൽ സംസാരിക്കുകയാണ് ശാരിക. അന്നേരം മോളേന്ന് ശാന്തേച്ചി വിളിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി വീണ്ടും ശാരിക പറയുകയാണ്, എത്രയൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ അച്ഛനാണ് അദ്ദേഹം. ഈ പടിക്കൽ വന്നു നിന്ന് ഇങ്ങനെയുള്ള ദ്രോഹങ്ങൾ ഇനി പറയരുത്. അന്നേരം സോറി മോളെ എന്ന് പറയുമ്പോൾ വീണ്ടും ശാരിക ദേഷ്യപ്പെടുകയാണ്, എനിക്ക് നിങ്ങളുടെ സോറി ഒന്നും കേൾക്കണ്ട, ഒന്ന് ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. ഈ ഭാവവ്യത്യാസമൊക്കെ കണ്ട് ശാന്ത ഒന്ന് മടിച്ചു നിൽക്കുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, ശാന്ത ഇപ്പോൾ പോ, നമുക്ക് നാളെ സംസാരിക്കാം. തുടർന്ന് ഞാൻ കാരണമല്ലേ എന്നൊക്കെ ശാരിക സങ്കടപ്പെടുന്നുണ്ട്. അന്നേരം ഇത്രയും കാലം നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും, അതിന് നമുക്കെന്താ അവകാശമെന്നൊക്കെ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരവും ശാരിക സങ്കടപ്പെടുകയാണ്. എന്നാലും ഏതോ അമ്പലത്തിൽ പടച്ചോറൊക്കെ ഉണ്ട്, എനിക്കങ്ങ് സങ്കടപ്പെടുന്നു എന്നും പറഞ്ഞ് ശാരിക വീണ്ടും അങ്ങ് കരയുന്നു. ഇനി അച്ഛനെ രാജേശ്വരി എന്തെങ്കിലും ചെയ്യുമോ എന്ന് ശാരിക സംശയം പറയുമ്പോൾ, ഇല്ല മോളെ, ഇത്രയുമൊക്കെ ചെയ്ത രാജേശ്വരിയോടൊപ്പം അച്ഛൻ പോകണമെങ്കിൽ അച്ഛൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്